നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയുൾപ്പെടെ സംസ്ഥാന സർക്കാരിനെതിരായ വിവാദങ്ങൾ മറച്ചുപിടിക്കാൻ CPM എന്തു ചെയ്താലും ജനം മുഖവിലക്കെടുക്കില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തിളക്കമാർന്ന ജയം നേടും. പ്രതികരണം പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ലീഡർ പരിപാടിയിൽ. വലവിരിച്ച അന്വേഷണ സംഘം പിടികൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് കുന്നത്തൂർ മേടിലെ MLAയുടെ ഫ്ളാറ്റിൽ പരിശോധന. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിന് വേവലാതിപ്പെടേണ്ട കാര്യമില്ലെന്ന് മുൻ MLA VT ബൽറാം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF വൻ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ. ഷൊർണൂരിലും ഒറ്റപ്പാലത്തും CITU മുനിസിപ്പൽ കോർഡിനേഷൻ കൺവെൻഷൻ. LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ തൊഴിലാളികൾ കൂട്ടത്തോടെ രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം. കേരളം PM ശ്രീ പദ്ധതി നിരാകരിച്ചത് ജനദ്രോഹകരമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലം സാധാരണക്കാർക്ക് ലഭിക്കാൻ ഗ്രാമങ്ങളിൽ കൂടുതൽ BJP ജനപ്രതിനിധികൾ ഉണ്ടാകണം. ലക്കിടിയിൽ BJP പ്രവർത്തക കൺവെൻഷൻ. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. മങ്കര ചമ്പലത്തോടിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. ദേശീയപാതയിലെ നെല്ലുവായിൽ കാറിടിച്ച സൈക്കിൾ യാത്രികനായ വയോധികന് ദാരുണാന്ത്യം. പൈങ്കുളത്തെ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. മലമ്പുഴ പ്രദേശം പുലിഭീതിയിൽ. ജനവാസ മേഖലയിൽ കഴിഞ്ഞ രാത്രി പുലിയെ കണ്ടത് പരിഭ്രാന്തി പരത്തി. കാർ യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. 2 ജില്ലകളിലേക്കുള്ള തപാൽ ബാലറ്റുകളുടെയും EVM സ്ലിപ്പുകളുടെയും അച്ചടി ഇത്തവണയും ഷൊർണൂർ ഗവൺമെന്റ് പ്രസിൽ. ഡിസംബർ 4-ന് നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്ന് അധികൃതർ. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 5000-ഓളം വാർഡുകളിലേക്ക് ആവശ്യമായ സാമഗ്രികളുടെ അച്ചടി അവസാന ഘട്ടത്തിൽ. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയുൾപ്പെടെ സർക്കാരിനെതിരായ വിവാദങ്ങൾ മറച്ചുപിടിക്കാൻ CPM എന്തു ചെയ്താലും ജനങ്ങൾ മുഖവിലക്കെടുക്കില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പാലക്കാട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദി ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തിളക്കമാർന്ന വിജയം നേടുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുൾപ്പെടെ സർക്കാരിനെതിരായ വിവാദങ്ങൾ മറച്ചുപിടിക്കാൻ CPM എന്തൊക്കെ ചെയ്താലും ജനങ്ങൾ മുഖവിലക്കെടുക്കില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ UDFൽ തർക്കങ്ങളില്ലാതെയാണ് സീറ്റ് വിഭജനം നടന്നത്. തെരഞ്ഞെടുപ്പിൽ വിമതന്മാർ ഏറ്റവും കുറവ് ഇത്തവണയാണ്. CPMൽ നിന്ന് ദേവസ്വം പ്രസിഡന്റാവാൻ അർഹതയുള്ളവർ ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ജയകുമാറിനെ പ്രസിഡന്റാക്കേണ്ടി വന്നത്. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. CPMന്റെ വിശ്വാസി പ്രേമം കാപഢ്യമാണ്. ശബരിമല കൊള്ളക്കെതിരെ പത്തനംതിട്ടയിലും കേരളത്തിലുടനീളവും വലിയ പ്രതിഷേധം നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് നടപടിയെടുത്തുവെന്നും മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. ആരോപണ വിധേയരായവരെ താങ്ങി സംരക്ഷണം നൽകുന്നത് CPM ശൈലിയാണ്. പരാതിക്കാരി ആരെന്നും അവരുടെ ഫോട്ടോ പുറത്തുവന്നത് സംബന്ധിച്ചും അറിവില്ല. ഇത് സംബന്ധിച്ച് ഒരു പരാതിയും തനിക്ക് ലഭിച്ചിട്ടില്ല. പരാതി വന്നാൽ അന്വേഷിക്കും. സൈബർ ആക്രമണത്തെ കോൺഗ്രസ് ലളിതവൽക്കരിച്ചിട്ടില്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് MLAയുടെ കടമയാണ്. അതിൽ പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. പാർട്ടി സ്ഥാനാർത്ഥിയായതിനാൽ പുറത്താക്കി. രാഹുൽ മാങ്കൂട്ടം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതുൾപ്പെടെ തടയുന്നില്ല എന്ന ചോദ്യത്തോടായിരുന്നു പ്രതികരണം. പരാതി ഉയർന്നപ്പോൾ തന്നെ കോൺഗ്രസ് നടപടി സ്വീകരിച്ചു. അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ബൈ ഇലക്ഷനുകളിലും ഓരോ ഘട്ടങ്ങളിലായി നടന്ന ബൈ ഇലക്ഷനുകളിലും UDFന് നല്ല മേൽക്കൈ, കൂടുതൽ സീറ്റുകൾ നേടുന്നതിന് സാധിച്ചു. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലും വിജയപ്രതീക്ഷയുണ്ട്. അതിൻ്റെ കൂടെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പ്രകടമായിട്ട് ഭരണ സംവിധാനങ്ങളുടെ നേതൃത്വത്തിലാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരാണിപ്പോൾ ജയിലിൽ കഴിയുന്നത്. അവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതമായത്. അവരാണ് ഇതിൻ്റെ രേഖകളെല്ലാം സൃഷ്ടിച്ചത് എന്ന് ഇപ്പോൾ കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ആദ്യമേ തന്നെ ഈ വിഷയം വാർത്ത വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. പിന്നീട് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തു. പിന്നീട് അസംബ്ലി കൂടുന്ന സമയമായപ്പോൾ
കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്താണ് എന്ന് സ്പീക്കർക്ക് കത്ത് കൊടുത്തു. നിയമസഭ സമ്മേളിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കൂടെയല്ല ഇരുന്നത്, സ്വതന്ത്ര ബ്ലോക്കിലാണ് ഇരുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിരുന്നത്. അതിൽ കൂടുതലൊരു ആക്ഷൻ കേരളത്തിലെ ഇപ്പം ബലാത്സംഗ കേസിൽ പ്രതിയായ ആൾ ഭരണകക്ഷി MLA ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ത് ആക്ഷൻ എടുത്തെന്നും കൂടി വ്യക്തമാക്കിയാൽ. CPM-ൻ്റെ മുതിർന്ന നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം വന്നിരുന്നല്ലോ, എന്ത് നടപടി എടുത്തു? സസ്പെൻഡ് ചെയ്തിരുന്നു ആരെങ്കിലും? പാലക്കാട് നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാൻ ശക്തമായ ശ്രമം നടത്തുന്നുണ്ട്. ഭരിക്കാനൊരവസരമുണ്ടായാൽ ഇടതുപക്ഷത്തിൻ്റെ സഹായം വേണ്ടിവരില്ല. രാജ്മോഹനെതിരെ സൈബർ പ്രചരണം കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് സർക്കാർ ഓഫർ പെരുമഴ നടത്തിയത്. രാഷ്ട്രീയം പറഞ്ഞും സർക്കാരിൻ്റെ വീഴ്ചകൾ പറഞ്ഞുമാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ശ്രീനേഷ്, പ്രസിഡന്റ് നോബിൾ ജോസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ കണ്ടെത്താൻ ശ്രമം തുടരുന്നു. പ്രത്യേക അന്വേഷണ സംഘം MLA താമസിച്ചിരുന്ന കുന്നത്തൂർമേടിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. അതിജീവതയുടെ പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ രാഹുലിനെ പിടികൂടാനായി സംസ്ഥാനത്തുടനീളം ദിവസങ്ങളായി പോലീസ് വലവിരിച്ചിരിക്കുകയാണ്. എന്നാൽ രാഹുലിനെ കണ്ടെത്താനായിട്ടില്ല. ഒളിവിൽ പോയ രാഹുൽ തിരുവനന്തപുരത്തെത്തി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനായി പരാതിക്കാരിക്കെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ പെൻഡ്രൈവുകളിലാക്കി രാഹുൽ വക്കീലിനെത്തിക്കുകയും വക്കീൽ സീൽഡ് കവറിൽ കോടതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിൻ്റെ ജാമ്യഹർജി ബുധനാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെയാണ് രാഹുൽ താമസിക്കുന്ന പാലക്കാട് കുന്നത്തൂർമേടിലുള്ള ഫ്ളാറ്റിൽ തിരുവനന്തപുരത്തു നിന്ന് എത്തിയ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. MLA ആയതിനു ശേഷം രാഹുൽ താമസിക്കുന്ന പാലക്കാട്ടെ ഫ്ളാറ്റിൽ അതിജീവത എത്തിയിരുന്നുവെന്ന പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതിന് ബലമേകുന്ന ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി ഫ്ളാറ്റിലെ CCTV-കൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു. ഫ്ളാറ്റിലെ പരിശോധനയ്ക്ക് ശേഷം SIT അധികൃതർ ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തി. അതിജീവത പരാതി നൽകാൻ വൈകിയത് മൂലമുള്ള നിയമ തടസ്സങ്ങൾ മാറ്റിയെടുക്കാനായി രാഹുലിനെതിരെ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയാണ് SIT-യുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിന് വേവലാതിപ്പെടേണ്ട കാര്യമില്ലെന്ന് മുൻ MLA VT ബൽറാം. എടുക്കാവുന്ന നടപടികളെല്ലാം പാർട്ടി എടുത്തിട്ടുണ്ടെന്ന് ബൽറാം തൃശൂരിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യഥാസമയം കോൺഗ്രസ് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് VT ബൽറാം ചൂണ്ടിക്കാട്ടി. ബാക്കി പരാതികൾ ഇപ്പോഴാണ് വരുന്നത് എന്നത് കോൺഗ്രസിനെ ബാധിക്കുന്ന കാര്യമല്ല. നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നും ബൽറാം പറഞ്ഞു. അതൊരു പോലീസ് കേസിൻ്റെ കാര്യത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഉചിതമായിട്ടുള്ള സമയത്ത് എടുക്കുക എന്നുള്ളത് പോലീസുമായി ബന്ധപ്പെട്ടും സർക്കാരുമായി ബന്ധപ്പെട്ടും അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ കോൺഗ്രസ് പാർട്ടി വറീഡാവേണ്ട കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഒരു നടപടി അത് ഈ വിവാദം പരസ്യമായ ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട്. അത്തരം ഒരു ഘട്ടത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു നടപടി കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി അതിൻ്റെ നിയമ നടപടികളും പരാതിയൊക്കെ ഇപ്പോഴാണ് വരുന്നത് എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഏതായാലും ഒരു പരാതിക്കാരി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിജീവിതയായിട്ടുള്ള വനിത അവർ കൃത്യമായിട്ട് നിയമ സംവിധാനങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് അതിൻ്റെ ഒരു നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നിയമത്തെ കയ്യിലെടുക്കാനോ ഞങ്ങളെ തൊട്ടാൽ കേരളം തീപ്പന്തമാവുമെന്ന് പണ്ട് പിണറായി വിജയൻ വെല്ലുവിളിച്ചതുപോലെ വെല്ലുവിളിക്കാനോ ഒന്നും ഈ ഘട്ടത്തിൽ തയ്യാറാവില്ല. 3 വർഷത്തോളം താൻ KPCC ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാനായി പ്രവർത്തിച്ചു. ഭാരവാഹികളുടെ പുനഃസംഘടനയുടെ ഭാഗമായാണ് ഹൈബി ഈഡന് ചുമതല നൽകിയതെന്നും VT ബൽറാം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വർഗീയ ഫാസിസ്റ്റ് സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നവരെന്നും മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നതെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ AK ബാലൻ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CITU ഷൊർണൂർ മുനിസിപ്പൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനിസിപ്പാലിറ്റിയായാലും കോർപ്പറേഷനുകളായാലും പഞ്ചായത്തുകളായാലും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളായാലും ഇന്ന് നിയമസഭ പോലെ പാർലമെൻറ്റ് പോലെ
നിയമനിർമ്മാണത്തിനെതിരായ പോലും ജനകീയ ആവശ്യങ്ങൾ കൺപറഞ്ഞ് പരിഗണിക്കുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. 73-74 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമാണ് ഒരു വലിയ മാറ്റം. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു CITU ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം P സിന്ധു, ഡിവിഷൻ വൈസ് പ്രസിഡന്റ് P വേണുഗോപാൽ, ND ദിൻഷാദ്, ജയപാലൻ, ഷൊർണൂർ വിജയൻ, K ഗോപാലകൃഷ്ണൻ, KP മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിജയിപ്പിക്കാനും കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ തൊഴിലാളികൾ കൂട്ടത്തോടെ രംഗത്തിറങ്ങണമെന്ന് CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കോർഡിനേഷൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. ഒറ്റപ്പാലം AKG മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ചെറിയ സമയത്തിനുള്ളിൽ വലിയ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് CITU സ്റ്റേറ്റ് കമ്മിറ്റി CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കോർഡിനേഷൻ ചെയർമാൻ APM റഷീദ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി M ഹംസ, ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ്, MIA റസാക്ക്, KR വിജയൻ, ഒറ്റപ്പാലം കോർഡിനേഷൻ കൺവീനർ KV സന്തോഷ്, M മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. PM ശ്രീ പദ്ധതി നിരാകരിച്ചത് ജനദ്രോഹകരമെന്നും കേന്ദ്ര പദ്ധതികളുടെ ഗുണം സാധാരണക്കാർക്ക് ലഭ്യമാകണമെങ്കിൽ ഗ്രാമതലങ്ങളിൽ BJP ജനപ്രതിനിധികൾ വേണമെന്നും BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതർക്ക് പങ്കുള്ളതായും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ലക്കിടിയിൽ BJP പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2500 കിലോമീറ്റർ റോഡ് നമ്മൾ ഇതുവരെ പണിതു മോദി സർക്കാർ. ശരിക്കും 5000-6000 കിലോമീറ്റർ റോഡ് പണിയേണ്ടതാണ്. സ്റ്റേറ്റിന് വീതമല്ല. സംസ്ഥാനത്തിന് എല്ലാത്തിലും പങ്കാളിത്തം വേണം, എന്നാൽ സംസ്ഥാനത്തിന് നീക്കിവെക്കാൻ വീതമില്ല. ഞാനൊരു ദയനീയമായ ഉദാഹരണം പറയും. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി, ഇവിടെ ധാരാളം ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ. തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ്റാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഒരു മാസം വൈകിയേ പറയും മോദി, അല്ലെ ഒരാഴ്ച വൈകിയേ പറയും മോദി ശമ്പളം തരുന്നില്ല. കൃത്യമായി കിട്ടിയേ പറയും പിണറായി ശമ്പളം കൊടുക്കുകയാണെന്ന്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റാണ്. പക്ഷേ അതിനകത്തൊരു പർച്ചേസ് ഉണ്ട്, അറിയാം ഇതിൽ മറ്റാരാ ഇരിക്കുന്നത്. V കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. BJP വെസ്റ്റ് പ്രസിഡന്റ് V വേണുഗോപാൽ, ജില്ലാ ജനറൽ സെക്രട്ടറി P മനോജ്, ജില്ലാ ഉപാധ്യക്ഷ രശ്മി ബൈജു, M സുരേഷ് ബാബു, NK മണികണ്ഠൻ, മധ്യമേഖലാ സെക്രട്ടറി T ശങ്കരൻകുട്ടി, P ബേബി ഗിരിജ, T നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ യുവാവിന് കത്തിക്കുത്തിൽ ഗുരുതര പരിക്ക്. ചെറുതുരുത്തി പൈങ്കുളം അയ്യപ്പൻ എഴുത്തച്ഛൻ പടിയിലാണ് അമ്മയ്ക്കും മകനുമെതിരെ നടന്ന ആക്രമണത്തിൽ മകന് കുത്തേറ്റത്. സംഭവത്തിൽ പൈങ്കുളം സ്വദേശികളായ കൃഷ്ണകുമാർ, ജയപ്രകാശ് എന്നിവർക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. പൈങ്കുളം കുറുക്കുളത്തിൽ വീട്ടിൽ വേണുഗോപാലിൻ്റെ മകൻ 34 വയസ്സുള്ള വിഷ്ണുദാസനാണ് കത്തികൊണ്ടുള്ള ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിഷ്ണുദാസിനെയും രുക്മിണിയെയും ഇവരുടെ വീടിനടുത്തുള്ള അമ്പലത്തിന് സമീപത്തിൽ വെച്ച് കൃഷ്ണകുമാറും ജയപ്രകാശും കൊല്ലുമെന്നും ആക്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന വിഷ്ണുദാസിൻ്റെ വയറിന് കുത്താൻ ശ്രമിച്ചപ്പോൾ കൈകൊണ്ട് തടുത്തു. എന്നാൽ കൈമുറിഞ്ഞ് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. അമ്മ രുക്മിണിയെയും പ്രതികൾ മർദ്ദിക്കുകയായിരുന്നു.
പരിക്കേറ്റ വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ചെറുതുരുത്തി പോലീസ് അറിയിച്ചു. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര ചവിട്ടിലത്തോടിന് സമീപം സംസ്ഥാന പാതയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. മങ്കര റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കൊയിലത്തുംപടി മനോജിന്റെ മകൻ 24 വയസ്സുള്ള ബിബിനാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 8:45 അപകടം. സാരമായി അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ പത്തിരിപ്പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ ബൈക്ക് യാത്രികനായ മംഗലം തെക്കും ചെറാട് സ്വദേശി വാസുവിനെ വാണയംകുളം സ്വകാര്യ ആശുപത്രിയിലും ബൈക്കിൽ വിപിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗോപാലകൃഷ്ണനെ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിപിൻ്റെ സഹോദരൻ മിഥുൻ, അമ്മ ധനലക്ഷ്മി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശീയപാതയിലെ നെല്ലായിയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികനായ വയോധികൻ മരിച്ചു. നെല്ലായി പന്തലൂർ പനയത്ത് വീട്ടിൽ 74 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. എയർപോർട്ടിൽ നിന്ന് മടങ്ങുകയായിരുന്ന ഇന്നോവ കാറാണ് ഇടിച്ചത്. ഉടൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ബസ്സിലിടിച്ച് അപകടം. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ചൊവ്വൂർ ഇറക്കത്ത് ഉച്ചയ്ക്ക് 1:15 അപകടമുണ്ടായത്. ചേർപ്പ് ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. സ്വകാര്യ ബസ് റോഡിൻ്റെ അരികുവശത്ത് നിർത്തിയെങ്കിലും അപകടം ഒഴിവാക്കാനായില്ല. തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് കാർ യാത്രക്കാരെ പുറത്തെടുത്തത്. ചന്ദ്രാപിന്നി ലൈഫ് ഗാർഡ് ആംബുലൻസ് പ്രവർത്തകരടക്കം വിവിധ ആംബുലൻസ് പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലമ്പുഴ പ്രദേശം പുലിഭീതിയിൽ. ഇന്നലെ രാത്രി 11 മണിയോടെ പ്രദേശത്തെ സ്കൂളിന് സമീപം പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. കാറിൽ വന്ന യാത്രക്കാരൻ മൊബൈലിൽ വീഡിയോ പകർത്തിയിട്ടുണ്ട്. രാത്രി 11 മണിയോടെ സ്കൂളിന് സമീപത്തെ മതിലിന് മുകളിൽ പുലി നിൽക്കുന്നത് കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആളുകളെ കണ്ടപ്പോൾ പുലി ഓടിമറഞ്ഞു. കാറിൽ വന്ന യാത്രക്കാർ പുലിയുടെ വീഡിയോ മൊബൈലിൽ പകർത്തുകയായിരുന്നു. സ്കൂൾ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി ആളുകൾ സ്ഥിരമായി നടക്കുന്ന പ്രധാന പാതയാണിത്. നേരത്തെയും റിക്വേഷൻ മൈതാനത്തിലും സ്കൂളിനടുത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. പുലി ജനവാസ മേഖലയിൽ എത്തിയതോടെ നാട്ടുകാർ ഭീതിയിലാണിപ്പോൾ. നാട്ടുകാരും പോലീസും ചേർന്ന് രാത്രി സ്ഥലത്ത് തിരച്ചിൽ നടത്തി. വനം വകുപ്പ് സ്ഥലത്തെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 2 ജില്ലകളിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കുള്ള തപാൽ ബാലറ്റ് പേപ്പറുകളുടെ അച്ചടി ഇത്തവണയും ഷൊർണൂർ ഗവൺമെന്റ് പ്രസിൽ തന്നെ. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 5000-ഓളം വാർഡുകളിലേക്ക് ആവശ്യമായ തപാൽ ബാലറ്റ് പേപ്പറുകളുടെ അച്ചടിയും വിതരണത്തിൻ്റെയും നടപടിക്രമങ്ങൾ നടന്നുവരികയാണ്. ഡിസംബർ 4-ന് നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് അബ്ദുൾ സലാം STVയോട് പറഞ്ഞു. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് ആവശ്യമായ തപാൽ ബാലറ്റ്, EVM സ്ലിപ്പ് അടക്കമുള്ള പേപ്പറുകളുടെ അച്ചടിയും വിതരണവും ഇത്തവണയും ഷൊർണൂർ കുളപ്പള്ളി ഗവൺമെൻറ് പ്രസിൽ തന്നെയാണ്. ബാലറ്റ് പേപ്പറുകളുടെ അച്ചടി ഓരോ ഘട്ടങ്ങളിലായി നടക്കും. പേപ്പറുകളുടെ വിതരണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. 2 ജില്ലകളിലെയും 5000-ഓളം വാർഡിലേക്കുള്ള ബാലറ്റ് പേപ്പറുകളാണ് പ്രസിൽ അച്ചടിക്കുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലാ പഞ്ചായത്തുകൾ, ഈ ജില്ലകളിൽ തന്നെ 28 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 19 മുനിസിപ്പാലിറ്റികൾ, 182 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ വാർഡുകളിലേക്ക് ആവശ്യമായ EVM സ്ലിപ്പ്, ടെൻഡേറ്റഡ് ബാലറ്റ്, പോസ്റ്റൽ ബാലറ്റ് എന്നിവയാണ് അച്ചടിക്കുന്നത്. അതത് ഭാഗങ്ങളിലെ നിശ്ചയിക്കപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാരോ അല്ലെങ്കിൽ RO നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരോ കുളപ്പുള്ളിയിലെ ഗവൺമെൻറ് പ്രസിൽ എത്തിയാണ് ബാലറ്റ് പേപ്പറുകൾ കൈപ്പറ്റി വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളമായി 2 ജില്ലകളിലെയും ബാലറ്റ് പേപ്പറുകൾ ഈ പ്രസിൽ തന്നെയാണ് അച്ചടിച്ചു വരുന്നത്. ഇത്തരത്തിൽ മറ്റു ചില ഗവൺമെൻറ് പ്രസ്സുകളിലും പേപ്പറുകൾ തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ബാലറ്റ് പേപ്പറുകൾ അച്ചടിക്കുന്നത് കുളപ്പുള്ളിയിലെ ഗവൺമെൻറ് പ്രസ്സിലാണെന്ന് അധികൃതർ പറയുന്നു. ഇത്തവണ ബാലറ്റുകളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമമായ രീതിയിലാണ് നടന്നുവരുന്നതെന്നും ഡിസംബർ 4-ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നും ഡെപ്യൂട്ടി സൂപ്രണ്ട് അബ്ദുൾ സലാം STVയോട് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആവണശ്ശേരി ആനക്കല്ലിൽ സ്വകാര്യ മരക്കമ്പനിയിൽ തീപിടുത്തം. ആനക്കല്ലിൽ ബെന്നിയുടെ ഉടമസ്ഥതയിലുള്ള മരക്കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. തൃശൂർ അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീയണച്ചത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ B ഹരികുമാർ, സീനിയർ റെസ്ക്യൂ ഓഫീസർ G അരുൺകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയോടനുബന്ധിച്ച് കേരള മുസ്ലിം ജമാഅത്ത് വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ
വെട്ടിക്കാട്ടിരി യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങളുടെ സംഗമം നടന്നു. ആയുർവേദ ഡോക്ടർ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പൊ ഈ വയസ്സായ ആൾക്ക് എല്ലാവർക്കും വയസ്സായവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ നേരാവണ്ണം നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു 60 വയസ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉള്ള ആൾക്കാരാണ് അധികം. ഇല്ലാത്തവരുണ്ട്, അത് ഭാഗ്യം മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ട്. ഒരു 10-60 വയസ്സ് 70 വയസ്സൊക്കെ ആയവരും കുഴപ്പമൊന്നുമില്ല, ഷുഗറും പ്രഷറും ഒന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. അത് വളരെ ദുർലഭം ആൾക്കാർക്ക് ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് വിചാരിക്കേണ്ടത്. ഇല്ലാത്തവര് ഭാഗ്യവാന്മാർ അങ്ങനെ തന്നെ ആവുകയും ചെയ്യട്ടെ. വളരെ കാലങ്ങളായി വെട്ടിക്കാട്ടിരിയിലെ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുകയും അവരിൽ ഒരാളെ ജീവിക്കുകയും ചികിത്സകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമായി മുന്നേറുന്ന ഡോക്ടറെ സംഗമത്തിൽ ആദരിച്ചു. 60 വർഷത്തോളമായി വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദ് മഹലിൽ സേവനം ചെയ്യുകയും ഒട്ടേറെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും നല്ല ജീവിത പാഠങ്ങൾ നൽകുകയും ചെയ്ത അബ്ബാസ് ഉസ്താദിനെ മുൻ യൂണിറ്റ് പ്രസിഡന്റ് ബാവ ആദരിച്ചു. 4 നൂറ്റാണ്ടിലധികമായി മഹൽ കമ്മിറ്റിയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സീനിയർ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഹാജി, മാതൃകാ കർഷകൻ മുഹമ്മദ് ഹാജി, സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരി വ്യവസായി നേതാവ് MK അംസക്കുട്ടി എന്നിവരെയും പൊന്നാട നൽകി ആദരിച്ചു. നമ്മുടെ ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി അബ്ദുറഷീദ് സഖാഫി പ്രഭാഷണം നടത്തി. MS മുഹമ്മദ് ആമുഖ പ്രഭാഷണവും ഉമർ ബാബു നന്ദിയും പറഞ്ഞു. മുൻ പ്രസിഡന്റുമാരായ സഹാറ ബാവ, ഫരീദ് അബ്ബാസ് ഹാജി, അബൂബക്കർ ഹാജി, NP മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കല്ലിപ്പാടം ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞായറാഴ്ച സമ്പൂർണ്ണ നാരായണീയം നടന്നു. എരിപുരം നാരായണീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു അവതരണം. ഡിസംബർ 1 തിങ്കളാഴ്ച ഏകാദശി വിളക്ക് സംഗീത മഹോത്സവം നടക്കും. കല്ലിപ്പാടം ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഞായറാഴ്ച സമ്പൂർണ്ണ നാരായണീയം നടന്നത്. എരിപുരം നാരായണ സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു നാരായണീയം അവതരിപ്പിച്ചത്. നിരവധി ഭക്തർ ചടങ്ങിലും തുറന്നു നടന്ന അന്നദാനത്തിലും പങ്കെടുത്തു. വൈകിട്ട് ക്ഷേത്രത്തിൽ നൃത്തോത്സവം ഉണ്ടായിരുന്നു. ഡിസംബർ 1 തിങ്കളാഴ്ച ഏകാദശി വിളക്ക് സംഗീത മഹോത്സവം നടക്കും. രാവിലെ 9:30 സംഗീതാർച്ചന ആരംഭിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. IAME പാലക്കാട് റീജിയൻ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ 14 വിഭാഗം കിരീടം ഒറ്റപ്പാലം ICSന്. അണ്ടർ 17 വിഭാഗത്തിൽ റണ്ണറപ്പും ഒറ്റപ്പാലമാണ്. ടീം അംഗങ്ങൾക്ക് സ്കൂൾ മാനേജ്മെന്റ് സ്വീകരണം നൽകി. കൊപ്പം അൽജിബ്രയിൽ വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായ ICS ഫുട്ബോൾ ടീമുകൾക്ക് സ്കൂൾ മാനേജ്മെന്റ് സ്വീകരണം നൽകി. ഒറ്റപ്പാലം മർക്കസ് സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി MV സിദ്ദിഖ് സഖാഫി ടീം അംഗങ്ങളെയും കായികാധ്യാപകനെയും അനുമോദിച്ചു. പ്രിൻസിപ്പാൾ മുസ്തഫ ഇർഫാനി ആമുഖ സന്ദേശം നൽകി. സ്കൂൾ മാനേജർ ഉമർ ഓങ്ങലൂർ ട്രോഫികൾ സമ്മാനിച്ചു. ജനറൽ മാനേജർ അബ്ദുൾ റഷീദ് അഷ്റഫി, അഡ്മിനിസ്ട്രേറ്റർ വീരാൻകുട്ടി, ICS PTA പ്രസിഡന്റ് മുഹമ്മദ് റിനീഷ് എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ പരിശ്രമത്തിനും അധ്യാപകരുടെ ടൂർണമെന്റിൽ അണ്ടർ 14 വിഭാഗത്തിൽ ഹനാൻ സൈനെ ബെസ്റ്റ് പ്ലെയറായും മുഹമ്മദ് തൻസീഹിനെ ബെസ്റ്റ് ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റൊലി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പര നേടാൻ ഇന്ത്യക്ക് കഴിയുമോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ. പരമ്പര ഇന്ത്യ തീർച്ചയായിട്ടും ചെയ്തു. പിന്നെ ടെസ്റ്റിലല്ലോ ഏകദിനം. ഏകദിനത്തിൽ ഇന്ത്യ ചാമ്പ്യന്മാരുണ്ട്. അവർക്ക് ജയിക്കാതെ സകല ഇതുണ്ട്. ഇന്ത്യ നടക്കുന്നുണ്ടല്ല, ഇന്ത്യ എവിടെ നടന്നാലും ഇന്ത്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് ചാൻസ് ഉണ്ട്. ടെസ്റ്റ് നോക്കണ്ട, ടെസ്റ്റ് അങ്ങനത്തെ ഏകദിനത്തിൽ നല്ല പരമ്പര നേടുന്നതാണ് എൻ്റെ അഭിപ്രായം. 2 തവണ ടെസ്റ്റ് പരമ്പരയിൽ പരാജയപ്പെട്ടെങ്കിലും ഇത്തവണ എന്തായാലും ഇന്ത്യ തിരിച്ചു പിടിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുള്ളൊരു കരുത്തും അതുപോലെ തന്നെ പരിശീലനവും എല്ലാം തന്നെ ഇന്ത്യൻ ടീം നടത്തിക്കഴിഞ്ഞു. എന്നിരുന്നാലും കരുത്തുറ്റ ഒരു ബാറ്റ്സ്മാൻമാരുടെ നിരയും അതുപോലെ തന്നെ ബൗളിംഗ് സ്കോർ നിയന്ത്രിക്കാൻ എതിർ ടീമിൻ്റെ
സ്കോർ നിയന്ത്രിക്കാനുള്ള ബൗളിംഗ് ടീമും ഇന്ന് ഇന്ത്യക്കുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ബൗളിംഗ് രംഗത്ത് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരുപാട് ബൗളർമാരുണ്ട്. അതുകൊണ്ട് തന്നെ എറിഞ്ഞിട്ട് ഒരു എന്താ പറയുക മത്സരത്തിന്റെ ഒരു ഗതി മാറ്റാൻ ബൗളർമാർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു ഇടിവെട്ട് ബാറ്റ്സ്മാൻമാർ ഫോം ആയി കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക ഇന്ത്യയുടെ സ്കോർ മുന്നേറ്റം കാഴ്ചവെക്കാനും പറ്റും. അതുപോലെ തന്നെ സ്കോർ പിടിക്കാനും ഇന്ത്യക്ക് പറ്റും. എന്തായാലും ഈ ടെസ്റ്റ് പരമ്പര ഇന്ത്യ നേടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാറ്റൊലി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജുവൽ ഹട്ട് ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണക്കൊള്ളയുൾപ്പെടെ സംസ്ഥാന സർക്കാരിനെതിരായ വിവാദങ്ങൾ മറച്ചുപിടിക്കാൻ CPM എന്തു ചെയ്താലും ജനം മുഖവിലക്കെടുക്കില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തിളക്കമാർന്ന ജയം നേടും. പ്രതികരണം പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ലീഡർ പരിപാടിയിൽ. വലവിരിച്ച അന്വേഷണ സംഘം പിടികൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് കുന്നത്തൂർ മേടിലെ MLAയുടെ ഫ്ളാറ്റിൽ പരിശോധന. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിന് വേവലാതിപ്പെടേണ്ട കാര്യമില്ലെന്ന് മുൻ MLA VT ബൽറാം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF വൻ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ. ഷൊർണൂരിലും ഒറ്റപ്പാലത്തും CITU മുനിസിപ്പൽ കോർഡിനേഷൻ കൺവെൻഷൻ. LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ തൊഴിലാളികൾ കൂട്ടത്തോടെ രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം. കേരളം PM ശ്രീ പദ്ധതി നിരാകരിച്ചത് ജനദ്രോഹകരമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലം സാധാരണക്കാർക്ക് ലഭിക്കാൻ ഗ്രാമങ്ങളിൽ കൂടുതൽ BJP ജനപ്രതിനിധികൾ ഉണ്ടാകണം. ലക്കിടിയിൽ BJP പ്രവർത്തക കൺവെൻഷൻ. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. മങ്കര ചംപ്ലത്തോടിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. ദേശീയപാതയിലെ നെല്ലുവായിൽ കാറിടിച്ച സൈക്കിൾ യാത്രികനായ വയോധികന് ദാരുണാന്ത്യം. പൈങ്കുളത്തെ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. മലമ്പുഴ പ്രദേശം പുലിഭീതിയിൽ. ജനവാസ മേഖലയിൽ കഴിഞ്ഞ രാത്രി പുലിയെ കണ്ടത് പരിഭ്രാന്തി പരത്തി. കാർ യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. 2 ജില്ലകളിലേക്കുള്ള തപാൽ ബാലറ്റുകളുടെയും EVM സ്ലിപ്പുകളുടെയും അച്ചടി ഇത്തവണയും ഷൊർണൂർ ഗവൺമെന്റ് പ്രസിൽ. ഡിസംബർ 4-ന് നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്ന് അധികൃതർ. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 5000-ഓളം വാർഡുകളിലേക്ക് ആവശ്യമായ സാമഗ്രികളുടെ അച്ചടി അവസാന ഘട്ടത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.